2 കിലോ ബിരിയാണി റൈസും 2 കിലോ ചിക്കനും വെച്ചിട്ടുള്ള ഹൈദരാബാദി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നാടൻ നെയ്യും നമ്മുടെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് പിന്നെ ഉരുളിയിൽ രണ്ടും കൂടി ഒഴിക്കണം സമാസമം. എന്നിട്ട് ഒരു 4-5 സവോള വഴറ്റുക. ചിക്കൻ 2.25 ഉണ്ട്, 2 അല്ല കേട്ടോ. പിന്നെ മല്ലിയില 40 രൂപയ്ക്ക് വാങ്ങിക്കുക, പുതിന 20 രൂപയ്ക്ക് വാങ്ങിക്കുക. എന്നിട്ട് അതൊക്കെ മഞ്ഞപ്പൊടിയിലിട്ട് വയ്ക്കുക കുറച്ച് നേരം. പിന്നെ 100-200 ഇഞ്ചി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇഞ്ചി കുറച്ച്, വെളുത്തുള്ളി കുറച്ച്, 2 പച്ചമുളക്. ബിരിയാണിയിൽ അധികം എരിവ് ഇഷ്ടമില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടൊരു ആവശ്യമുള്ളൊരു സാധനമാണിത്, ബിരിയാണി മസാല. പിന്നെ നല്ല നാടൻ തൈര്, അധികം പുളി ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കിയതാണ്, പേസ്റ്റായിട്ടില്ല. ഇനി ഇത് വാടി വന്നിരിക്കുന്ന സവോളയിലേക്ക് ഇടുക. ഇനി ഇത് മിക്സ് ചെയ്യുക. ഇനി സവോളയും പച്ചമുളക് ഇഞ്ചിയൊക്കെ വാടിക്കഴിഞ്ഞാൽ 1 സ്പൂൺ അല്ലെങ്കിൽ അത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടി. പിന്നെ മഞ്ഞപ്പൊടി ഒരു സ്പൂണൊക്കെ ഇട്ടോ. 1 സ്പൂൺ ഉപ്പ്. അത് നമ്മൾ ചിക്കനൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. ഇതൊക്കെ ഓടിയോന്നൊരു ഡൗട്ടുണ്ട്, സാരമില്ല. പിന്നെ ബിരിയാണി മസാല ഒരു 3 സ്പൂണൊക്കെ ഇടാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കുരുമുളക് പൊടി ആവശ്യമുള്ളവർക്ക് ഇടാം. ഇനി മസാലകളൊക്കെ നന്നായി മൊരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇടുക. ഇനി നല്ലതുപോലെ മസിൽ പിടിച്ച് മസാല ഇളക്കി ചിക്കനിൽ പിടിപ്പിക്കുക. മസിൽ പിടിച്ച് ചെയ്യേണ്ട പരിപാടി കാരണം ഞങ്ങളുടെ മസിൽ മാൻ ഇറക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മല്ലിയില, എൻ്റെ കൈ കണ്ട മൈലാഞ്ചിട്ടതാ ബിഗ് ചൊറി പിടിച്ച പോലെ ഉണ്ടല്ലേ. പുതിന മിക്സിയിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റാവില്ല എന്നാലും. അപ്പോൾ മല്ലിയില നിറച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇനി മിക്സിയിൽ അടിച്ചിട്ട് വരാം. അയ്യോ, അങ്ങനെ നമ്മുടെ മല്ലിയില പേസ്റ്റായോ നോക്കാം. എൻ്റെ പൊന്നോ, എൻ്റെ സുജാതയുടെ മിക്സി വെറുതെ വേസ്റ്റായില്ല. ചിക്കൻ നന്നായി മസിൽ പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തൈര് ഒഴിക്കുന്നു, നല്ല നാടൻ തൈര്. തൈര് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന പുതിന ഒഴിക്കുന്നു. 20 രൂപയുടെ മല്ലിയില, അത് മുഴുവനും നമ്മൾ ഇതിലേക്ക് ഇടണം. അപ്പോൾ ചിക്കൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് റെസ്റ്റ് എടുക്കട്ടെ. നമ്മൾ കുറച്ച് നേരം മൂടി വയ്ക്കാം. ഇനി ചിക്കൻ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ അരി തിളയ്ക്കാനുള്ള വെള്ളം വയ്ക്കുക. അരി തിളയ്ക്കാനല്ല, അരി വേവാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ മിക്സിയിലടിച്ച ഐറ്റം പുതിനയാണ് കേട്ടോ. ഞാൻ മല്ലിയില എന്നാണ് പറയുന്നത്. അത് പുതിനയാണ് മിക്സിയിലടിച്ചത്. മല്ലിയില നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിപ്പോൾ കുറച്ച് നേരത്തിന് പണിയൊന്നുമില്ലാത്ത കാരണം ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി വെള്ളം തിളച്ചോ എന്ന് നോക്കാം. തിളച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് സലാഡ് ഉണ്ടാക്കാം ഈ സമയം കൊണ്ട്. സാലഡ്
ഇനി ചെറുതായിട്ട് വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഗ്രാമ്പു, കറുകപ്പട്ട, ഈ ഏലമംഗലത്തിൻ്റെ ഇലയാണെന്ന് തോന്നുന്നു, ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇടുന്ന അരിക്കനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ആദ്യം ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ ടേസ്റ്റ് നോക്കുക ഉപ്പിൻ്റെ, എന്നിട്ട് കറക്റ്റാക്കിയതിന് ശേഷം അരി ഇടുക. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് അത് അരി തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റൈസ് കഴുകിയിരിക്കുന്നു. ഇത് നല്ല കൈമ അരിയാണ്. ഹൈദരാബാദി ബിരിയാണിക്ക് ശരിക്കും നല്ല നീളമുള്ള ബസുമതി റൈസാണ് ആവശ്യം. പക്ഷേ ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങൾ ഈ റൈസ് വാങ്ങി. ഇനി തിളച്ച വെള്ളത്തിലേക്ക് നമ്മളിതിടുക. കൈ പൊള്ളാതെ നോക്കണേ. അങ്ങനെ നമ്മുടെ അരി പകുതി മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി വേഗം ഇത് ദമ്മിടണം. ചിക്കൻ ഇവിടെ നല്ല നോക്കൂ, കളർ തന്നെ നോക്കൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇടാൻ പോവാണ്. ഇങ്ങനെ എടുക്കുന്നു. അധികം വെള്ളം പോകണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഇടാം. ദമ്മിട്ടതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് ബിരിയാണി മസാല നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. ഇനി കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് മൂടി വയ്ക്കുക. നമ്മളിപ്പോൾ ദമ്മിട്ടു, അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഐറ്റംസ് ബിരിയാണി മസാല, നെയ്യ്, മല്ലിയിലൊക്കെ ഇട്ടിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചാൽ മതി. ഇതിലിപ്പോൾ നിറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അതിങ്ങനെ ഇനി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഗൈസ്, നമ്മുടെ ബിരിയാണി റെഡിയായിരിക്കുന്നു. ഇനി ഞങ്ങൾ കഴിക്കട്ടെ.